നമസ്കാരം. നമ്മൾ ഈ സല്ലാപം തുടങ്ങിയിട്ട് 186 ദിവസമാകുന്നു സെയിലിംഗ് കമൻട്രി ആരംഭിച്ചിട്ട്. സാധാരണ പറയാറുണ്ട്, ഇന്ത്യയിൽ ഇറങ്ങുന്ന ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആദ്യം പരീക്ഷിച്ച് നോക്കുന്നത്, അതിൻ്റെ ടെസ്റ്റ് കേസ് നടത്തുന്നത് കേരളത്തിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. കേരളത്തിൽ വിജയിച്ചാൽ ആ പ്രോഡക്റ്റ് ഇന്ത്യ മുഴുവൻ വിജയിക്കും എന്നുള്ളതാണ് മാനുഫാക്ചറേഴ്സിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് മാറിയതിൻ്റെ കണക്കാണ്. ജനസംഖ്യയിൽ ഇന്ത്യയിൽ ഏകദേശം 3% താഴെയാണ് നമ്മുടെ ജനസംഖ്യ കേരളത്തിൻ്റെ. പക്ഷെ അവിടെ ഇന്ത്യയിൽ മൊത്തം വിൽക്കുന്ന FMCG എന്ന് പറയും, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അതിൻ്റെ 6% ഇന്ത്യയിലാണ് വിൽക്കപ്പെടുന്നത്. അതൊരു അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ്. ജനസംഖ്യയിൽ ഇത്രത്തോളം ചെറിയ ഒരു വിഭാഗം ഇത്ര അധികം സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു. കാരണം അത്രയും പർച്ചേസിംഗ് പവർ അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇനി അതിനെ സംബന്ധിച്ച കണക്ക്, ഒരു വർഷം 1.5 ലക്ഷം കോടി രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. 1.5 ലക്ഷം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നത്. ഈ രണ്ട് കണക്കുകളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി കേരള സർക്കാർ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിന് ലോജിസ്റ്റിക് രംഗത്ത് ഇന്ത്യ മുഴുവനുമായിട്ട് 8.8% വളർച്ച രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ കേരളത്തിലോട്ട് വരുന്ന കൺസ്യൂമർ ഗുഡ്സ്, ഇന്ത്യയിലെ ലോജിസ്റ്റിക് വളർച്ച, കേരളം കൺസ്യൂം ചെയ്യുന്ന FMCGയുടെ പെർസെൻറ്റേജ്, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് കേരള ഗവൺമെൻറ് ഒരു ഡ്രാഫ്റ്റ് പോളിസി അനൗൺസ് ചെയ്തിട്ടുണ്ട്. 10 ഏക്കർ സ്ഥലത്ത് ഒരു ലോജിസ്റ്റിക് പാർക്ക് പണിയാമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ നിങ്ങൾക്ക് 7 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡിയായി നൽകും. 7 കോടി ചില്ലറയൊന്നുമല്ല കേട്ടോ, 7 കോടി. 10 ഏക്കർ സ്ഥലത്ത് ലോജിസ്റ്റിക് പാർക്ക് നിർമ്മിക്കാമെങ്കിൽ 7 കോടി. ഇനി അത് 5 ഏക്കർ സ്ഥലമാണെങ്കിലോ 3 കോടി ആ ഇനത്തിലും ലഭിക്കും. വളരെ അട്രാക്റ്റീവാണത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡിയാണ്. അപ്പോൾ അത് വെളിച്ചം തുറമുഖം പോലെ ഒരു വലിയ മെഗാ പ്രൊജക്റ്റ് വരുമ്പോൾ വെയർഹൗസ് രംഗത്ത്, ലോജിസ്റ്റിക് പാർക്കുകളിലൊക്കെ വലിയ വലിയ സാധ്യതകൾ വരുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് ഈ ഒരു ഡ്രാഫ്റ്റ് പോളിസി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ദ ഡ്രാഫ്റ്റ് പോളിസി ഓൾസോ റെക്കമെൻഡ്സ് ഡിക്ലയറിംഗ് ലോജിസ്റ്റിക് പാർക്സ് ആസ് ഇൻഡസ്ട്രിയൽ സോൺസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ അപ്രൂവൽ ഓഫ് ദ പാർക്സ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ കടമ്പകളൊക്കെ കടന്നു കിട്ടും. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആണ്. മാത്രമല്ല, ലോജിസ്റ്റിക് പാർക്സ് എല്ലാം ഒരു ഇൻഡസ്ട്രിയൽ സോൺസിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ട് എന്താണ്, പല ആനുകൂല്യങ്ങളുണ്ടാവും, പല പ്രിവിലേജസ് ഉണ്ടാവും, പല പ്രൊട്ടക്ഷൻസ് ഉണ്ടാവും. കാരണം വ്യവസായങ്ങൾക്ക് ലഭിക്കുന്ന പലതരം ആനുകൂല്യങ്ങൾക്കും ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി ആയിട്ടത് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ തുറമുഖം വരുന്നു. ഇപ്പോൾ വല്ലാർപാടമുണ്ട്, മറ്റു തുറമുഖങ്ങൾ, ഇതിനിടയ്ക്കുള്ള തങ്കശ്ശേരി പോലുള്ള തുറമുഖങ്ങൾ, ഇവയെല്ലാം മുൻനിർത്തിക്കൊണ്ട് ലോജിസ്റ്റിക് രംഗത്ത് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനും ആ രംഗം വളർത്തിയെടുക്കുവാനുമാണ് കേരള ഗവൺമെൻറ് ഇങ്ങനെ ഒരു നയപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ദ ഡ്രാഫ്റ്റ് പോളിസി റെക്കമെൻഡ്സ് സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷൻ. അതുകൊണ്ട് ഈ 10 ഏക്കർ സ്ഥലം കൈമാറ്റുമ്പോൾ അതിന് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവ് നൽകും. ദ ഡ്രാഫ്റ്റ് പോളിസി റെക്കമെൻഡ്സ് സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷൻ for logistics and mini logistics parks. It also envisages a state-level logistics coordination committee headed by the Chief Secretary. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ഗൗരവം. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു കമ്മിറ്റിയാണ് സംസ്ഥാന തലത്തിൽ ഇതിൻ്റെ കോർഡിനേഷൻ നടത്തുന്നത്. എ ലോജിസ്റ്റിക്സ് സെൽ ഹെഡഡ് ബൈ ദി പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് എ സ്പെഷ്യൽ കമ്മിറ്റി ഫോർ സിറ്റീസ്. നഗരങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി ഇത് കൂടാതെയും പ്രവർത്തിക്കും. അപ്പോൾ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ഡ്രാഫ്റ്റ് പോളിസി എൻവിസേജ് ചെയ്യുന്നത്. അത് ഉപയോഗപ്പെടുത്തി കേരളത്തിൽ മാറി വരുന്ന, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് മാറി വരുന്ന അനുകൂല അന്തരീക്ഷം, ഇന്ത്യ മുഴുവനുമുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ നിർണായക സ്ഥാനത്തിരിക്കുന്ന തലസ്ഥാന നഗരം, അവിടെ ഇത്തരം വെയർഹൗസുകളും ലോജിസ്റ്റിക് പാർക്കുകൾക്കുമൊക്കെ വലിയ വലിയ സാധ്യതയുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ സെയിലിംഗ് കമൻട്രിയുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടോ, അതിന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് സെയിലിംഗ് കമൻട്രി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. കേരളത്തിൻ്റെ ഡ്രാഫ്റ്റ് ലോജിസ്റ്റിക്സ് പോളിസി, അതിനെ തുടർന്ന് നമുക്കൊരു ഗോവൻ കഥ,
ഗോവയിലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായി ഒരു കഥ പറയാം. കഥയല്ല, നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയുടെ വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ വളർച്ചയുടെ ഒക്കെ പിന്തുണ ഏറ്റുപിടിച്ചാണ് ഹോങ്കോങ് എന്ന് പറയുന്ന നഗരം വളർന്നത്. താരതമ്യേന സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഹോങ്കോങ്ങിന്. എന്നാലും ചൈനയുടെ മൊത്തത്തിലുള്ള വളർച്ചയുടെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഹോങ്കോങ്ങിനായിരുന്നു. ആ ഒരു താരതമ്യം കണ്ടെത്തി അത് നടപ്പാക്കാൻ ശ്രമിച്ചവരാണ് കൊളംബോയിലെ ബിസിനസ്സുകാർ. അവരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? എങ്ങനെയാണോ ഹോങ്കോങ് ചൈനയെ ചുറ്റിപ്പറ്റി ചൈനയിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത് ഹോങ്കോങ് വളർന്നത്, അതുപോലെ കൊളംബോയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഉപയോഗപ്പെടുത്തി കൊളംബോയും വളരണം. അത് തെറ്റല്ലാത്തൊരാശയമാണ്. ആഗ്രഹിക്കുന്നതിലും തെറ്റില്ല. അങ്ങനെ ആവണം. എങ്ങനെയൊക്കെയാണോ മറ്റുള്ളവരെ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ആഗോള സത്യമാണ്. അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഹോങ്കോങ്ങും ചെയ്തത്. അത് തന്നെയാണ് കുറേ കാലം കൊളംബോയും ചെയ്തത്. ഈ ഗോവയും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. ഗോവ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ വളർച്ച അല്ലെങ്കിൽ മുംബൈയുടെ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗോവ ഒരു വെയർഹൗസ് ലോജിസ്റ്റിക് രംഗത്ത് വലിയ കുതിപ്പ് നടത്താൻ ശ്രമിക്കുന്നത്. അതിനവരെ സഹായിക്കാൻ അവിടുത്തെ റിയാൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിൽക്കുന്നവർ, റിയാൽറ്റേഴ്സ് ആയി ഗോവ ആസ് പൊട്ടൻഷ്യൽ വെയർഹൗസ് ഹബ് ഇൻ വെസ്റ്റ് റീജിയൻ. നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് വെയർഹൗസ് ഹബ്ബായി മാറുവാൻ ഗോവ ശ്രമിക്കുകയാണ്. പല കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ ഈ സാമ്പത്തിക വളർച്ച, വ്യാവസായിക വളർച്ച, പടിഞ്ഞാറൻ തീരത്ത് ഉണ്ടാകുന്ന വലിയ സാധ്യതകൾ, ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ആഫ്റ്റർ ഹൗസിംഗ് ആൻഡ് കമേഴ്ഷ്യൽ സ്പേസസ് ദ റിയൽ എസ്റ്റേറ്റ് സെക്ടർ ഈസ് നൗ ലുക്കിംഗ് അറ്റ് ദി വെയർഹൗസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി ആസ് ദ ന്യൂ സൺറൈസ് സെക്ടർ ഇൻ ഗോവ. ഓരോ സൺറൈസ് സെക്ടറിനെ കുറിച്ചൊക്കെ ഓരോ ഘട്ടത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. ഇപ്പോൾ വെയർഹൗസിങ്ങും ലോജിസ്റ്റിക്സുമാണ് സൺറൈസ് സെക്ടറായിട്ട് ഗോവയിൽ അവിടെ കൂടിയ ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർ വിലയിരുത്തിയിരിക്കുന്നത്. അവർക്ക് മഹാരാഷ്ട്രയുടെ, പ്രത്യേകിച്ച് മുംബൈ, ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മഹാരാഷ്ട്രയുടെ പല ഭാഗത്ത് വരുന്നുണ്ട്. പൂനെയിൽ വരുന്നുണ്ട്, നാഗ്പൂരിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള പല വളർച്ചാ കേന്ദ്രങ്ങളുടെ അരികു പറ്റി, ഓരം പറ്റി ഗോവയ്ക്കും വളരാൻ പറ്റും, തൊട്ടടുത്ത സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഗോവയ്ക്കും വളരാൻ പറ്റും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഗോവ ഈസ് പോയിസ്ഡ് ടു ബിക്കം ദ ബിഗ്ഗസ്റ്റ് വെയർഹൗസിംഗ് ഡെസ്റ്റിനേഷൻ ഇൻ വെസ്റ്റേൺ ഇന്ത്യ. സ്വപ്നം ചെറുതല്ല. ഗുജറാത്തുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, കർണാടകയുണ്ട്, ഇവർക്കെല്ലാം കടലുണ്ട്. എന്നിട്ടും ഗോവ ഈസ് പോയിസ്ഡ് ടു ബിക്കം ദ ബിഗ്ഗസ്റ്റ് വെയർഹൗസിംഗ് ഡെസ്റ്റിനേഷൻ ഇൻ വെസ്റ്റേൺ ഇന്ത്യ. അങ്ങനെ ആവണം. സ്വപ്നങ്ങൾ ഒരിക്കലും ചെറുതാവരുത്. ചക്രവാളത്തിൽ എത്തണമെങ്കിൽ ആകാശം നോക്കണമെന്ന് പണ്ട് പലരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ഒരു സംസ്ഥാനമാണ് ഗോവയെങ്കിൽ പോലും മഹാരാഷ്ട്രയും ഗുജറാത്തും കർണാടകയും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളപ്പോൾ അവരുടെ എല്ലാ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ ബിഗ്ഗസ്റ്റ് വെയർഹൗസിംഗ് ഡെസ്റ്റിനേഷനായിട്ട് അവർ മാറാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ചെയ്തത് അവർ? നോർത്ത് ഈസ്റ്റ് ഫ്ലോറിഡ അസോസിയേഷൻ ഓഫ് റിയാൽറ്റേഴ്സ്, അമേരിക്കയിലെ സംഘടനയാണ്. ഗ്രേറ്റർ ബെർഗൻ റിയാൽറ്റേഴ്സ്, തായ് എന്ന് പറയുന്നത് തായ്ലൻഡ്, തായ് റിയൽ എസ്റ്റേറ്റ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അസോസിയേഷൻ, ഇത്തരം വലിയ വലിയ സംഘടനകളുമായിട്ട് അവിടെ MOU സൈൻ ചെയ്തു. കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ ഇത്തരം പിന്തുണ, ആഗോള പിന്തുണ അവർക്ക് ആവശ്യമുണ്ട്. അവരുമായിട്ട് കൈകോർത്തുകൊണ്ടാണ് ഈ പറയുന്ന ആഗോള നിലവാരത്തിലുള്ള വെയർഹൗസുകൾ ഗോവയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി അവർ നടപടികൾ ആരംഭിച്ചത്. കേരളം ഇവിടെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു. 7 കോടിയും 3 കോടിയും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി ആയിട്ട് നൽകുമ്പോൾ ഗോവയും തൊട്ടടുത്ത് അത്തരം വലിയ പദ്ധതികൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ മുഴുവനുമായിട്ട് വരുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വലിയ വലിയ സാധ്യതകൾ സർക്കാരുകൾ അനൗൺസ് ചെയ്യുന്നത്. ഇവയെല്ലാം ഉപയോഗപ്പെടുത്താൻ നമ്മൾ അധ്വാനിക്കണം, പഠിക്കണം. നമ്മൾ അതിനെല്ലാം ഹാർഡ് വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ ഒരു കേക്കും ആ ഒരു കഷ്ണം നമുക്കും ലഭിക്കും. ഇന്ത്യയിൽ നിന്ന് കൊളംബോ ഊർജം എടുക്കുന്നത് പോലെ, ചൈനയിൽ നിന്ന് ഹോങ്കോങ് എടുക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്നാണ് തലസ്ഥാനം വിഴിഞ്ഞം പദ്ധതി വിജയിപ്പിക്കുവാൻ പരിശ്രമിക്കേണ്ടത്.
തമിഴ്നാട് വളരും. തമിഴ്നാടിൻ്റെ വ്യവസായം ഇനിയും കൂടുതൽ വരും. വിഴിഞ്ഞം വരുന്നതോടുകൂടി അവിടെ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ വരും. അതിൽ നിന്ന് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി തലസ്ഥാനത്ത് വരികയും കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അങ്ങനെ പതുക്കെ വടക്കോട്ട് പോവുകയും ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഈ പദ്ധതി വിഭാവന ചെയ്ത് പ്രവർത്തിക്കണം. സൈനിങ് ഓഫ്, എലിയസ് ജോൺ.